ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് ഹ്യൂമൻ റിപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ സെഷൻ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് പഠിക്കുന്നത് കേട്ടോ. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ഓവറി. ഞാൻ ഡയഗ്രാം കാണിച്ചു തരാം. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എ പെയർ ഓഫ് ഓവറി ഉണ്ട് ആൻഡ് ഇറ്റ് ഹാസ് അലോങ് വിത്ത് എൻ ഒവിഡക്ട്, എ പെയർ ഓഫ് ഒവിഡക്ട്. ഇതിനെയാണ് ഒവിഡക്ട് എന്ന് പറയുന്നത്. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം രണ്ട് ഓവറി ഉണ്ട്, രണ്ട് ഒവിഡക്ട് ഉണ്ട്. അതായത് പെയർ ഓഫ് ഓവറീസ്, പെയർ ഓഫ് ഒവിഡക്ട്, അതേപോലെ ഒരു യൂട്രസ്. ദിസ് യൂട്രസ് ഇറ്റ് ലീഡ്സ് ടു സെർവിക്സ് റീജിയൻ. ഇത് സെർവിക്സ് ആണ്. ഇറ്റ് ഹാസ് സെർവിക്സ് ആൻഡ് വജൈന കേട്ടോ. അതുപോലെ എക്സ്റ്റേണൽ ജെനിറ്റേലിയ. ഇതൊക്കെ ഇത്രയാണ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പെൽവിക് റീജിയനിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡയഗ്രം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെൽവിക് റീജിയനിൽ ഇതാണ് പെൽവിക് റീജിയൻ എന്ന് പറയുന്നത്. സി ഹിയർ, ഇതാണ് യൂട്രസ് എന്ന് പറയുന്നത്. യൂറിനറി ബ്ലാഡർ ഈ ഭാഗത്താണ് ഇരിക്കുന്നത്. പ്യൂബിക് സിംഫൈസിസ് എന്ന് പറയുന്ന നമ്മുടെ രണ്ട് കാലുകൾ വന്ന് ജോയിൻ ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അതിനെയാണ് പ്യൂബിക് സിംഫൈസിസ് എന്ന് പറയുന്നത്. ഇതിനെ പ്യൂബിക് റീജിയൻ എന്ന് പറയുന്നത്. ഈ ഒരു റീജിയനാണ് ഹെയർ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ഇത് പ്യൂബിക് സിംഫൈസിസ് എന്ന് പറയും കേട്ടോ. അത് ഒരു ഹൈലിൻ കാർട്ടിലേജ് വെച്ച കാർട്ടിലേജിനസ് കണക്ഷനാണ്. ഈ പ്യൂബിക് റീജിയന്റെ കണക്ഷനാണ് പ്യൂബിക് സിംഫൈസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതുണ്ട് പ്യൂബിക് സിംഫൈസിസ്, ഇവിടെയാണ് അതിന്റെ കണക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ യൂറിത്ര എന്ന് പറഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യുന്ന ഓപ്പണിംഗ് ആണ് യൂറിത്ര എന്ന് പറയുന്നത്. അതേപോലെ ഇതിനൊരു ക്ലിറ്റോറിസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. പിന്നെ ഇതിന്റെ എക്സ്റ്റേണൽ ജെനിറ്റേലിയ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതാണ് സെർവിക്സ് റീജിയൻ. അതേപോലെ ഇത് റെക്ടം എന്ന് പറയുന്നത് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗമാണ് റെക്ടം എന്ന് പറയുന്നത്. പിന്നെ വജൈന, പിന്നെ ഇതാണ് ആനസ് എന്ന് പറയുന്ന ഭാഗം. അതായത് ആ പെൽവിക് റീജിയൻ അല്ലെങ്കിൽ ആ പ്യൂബിക് റീജിയനിൽ എന്തൊക്കെ കാണുന്നു എന്നുള്ളതാണ്. ഡയഗ്രമാറ്റിക് സെക്ഷണൽ വ്യൂ ഓഫ് ഫീമെയിൽ പെൽവിസ് ഷോയിങ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഫീമെയിൽ പെൽവിസ് കാണിക്കുന്ന സ്ട്രക്ചർ, ഫീമെയിൽ പെൽവിസിൽ അറേഞ്ച് ചെയ്തേക്കുന്ന ഓരോ സ്ട്രക്ചറാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ആ പ്യൂബിക് സിംഫൈസിസ് എന്താണെന്ന് ഇവിടെ ഓർത്തിരിക്കുക. അതേപോലെ തന്നെ പിന്നെ അവിടെ ആ യൂറിനറി ബ്ലാഡറിന്റെ തൊട്ടടുത്തായിട്ടാണ് എന്ത് കാണുന്നത്, യൂട്രസ് കാണുന്നത്. അതേപോലെ ബാക്കി എല്ലാ സ്ട്രക്ചറും എന്താ ഇതിന്റെ താഴെയായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ആ പ്യൂബിക് സിംഫൈസിസ് എന്ന് പറയുന്നത് ഈ സ്ട്രക്ചർ ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഡീഷണൽ എടുത്തിട്ടേക്കുന്നതാണ് കേട്ടോ. അതിൽ നിന്ന് മനസ്സിലാക്കിക്കോണം. പ്യൂബിക് സിംഫൈസിസ് എന്ന് പറഞ്ഞാൽ പ്യൂബിക് റീജിയൻ വന്ന് ജോയിൻ ചെയ്യുന്ന ഈ ഭാഗം ഹൈലിൻ കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാക്കിയത് ഹാർഡ് സ്ട്രക്ചർ ആണ്. അതിനെ കവർ ചെയ്തിട്ട് ഒരു ഫാറ്റി കുഷ്യൻ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും. അതിന്റെ മേലെയാണ് ഹെയർസ് ഉള്ളത്. അതിന്റെ താഴേക്കാണ് ഈ പറയുന്ന എക്സ്റ്റേണൽ ജെനിറ്റേലിയ ഉള്ളത്. എക്സ്റ്റേണൽ ജെനിറ്റേലിയയുടെ ഉൾഭാഗമാണ് ഇവിടെ ഓവറി, രണ്ട് ഓവറീസ് വരും. അതേപോലെ തന്നെ ഓവറി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒവിഡക്റ്റ് വരും, പിന്നെ യൂട്രസ് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇങ്ങോട്ട് താഴത്തേക്ക് വരുന്നവരും സർവിക്സും വജൈനയും ഒക്കെ അസോസിയേറ്റഡ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൽ എ പെയർ ഓഫ് ഓവറി ഉണ്ട്, ഒരു പെയർ ഒവിഡക്റ്റ് ഉണ്ട്. ഒവിഡക്റ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു സിംഗിൾ യൂട്രസിലേക്കാണ്. സർവിക്സ് റീജിയൻ ഉണ്ട്. സർവിക്സ് റീജിയന്റെ ഉൾഭാഗത്തായിട്ട് ആ യൂട്രസ് ഓപ്പൺ ചെയ്യുന്ന ഒരു സർവിക്കൽ കനാലിലേക്കാണ്. ദെൻ ഇറ്റ് ഹാസ് വജൈന. അതേപോലെ തന്നെ ഇതെല്ലാം എക്സ്റ്റേണൽ ജെനിറ്റേലിയ എന്ന് പറയുന്നത് ഈ ഭാഗമാണ് കേട്ടോ. എക്സ്റ്റേണൽ ജെനിറ്റേലിയ എന്ന് പറയുന്നത് ആ ഭാഗമാണ്. അതിന് എക്സ്റ്റേണൽ ജെനിറ്റേലിയയിൽ അതിന്റെ പുറത്തായിട്ട് കാണുന്ന കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം, അതിന്റെ ഡയഗ്രാം കാണിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതെല്ലാം കൂടി അറേഞ്ച് ചെയ്തേക്കുന്നത് പെൽവിക് റീജിയനിലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഈ പാർട്ടും അതേപോലെ തന്നെ മാമറി ഗ്ലാൻസും കൂടി കൂടിയിട്ട് അത് ഇന്റഗ്രേറ്റഡ് സ്ട്രക്ചറലി ആൻഡ് ഫങ്ഷണലി ടു സപ്പോർട്ട് ദ പ്രോസസ് ഓഫ് ഓവുലേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ സ്ട്രക്ചറലിയും ഫങ്ഷണലിയും സപ്പോർട്ട് ചെയ്യുകയും ഫെർട്ടിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുകയും പ്രഗ്നൻസിനെയും ബർത്തിനെയും സപ്പോർട്ട് ചെയ്യുകയും ചൈൽഡ് കെയറിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റവും അതേപോലെ മാമറി ഗ്ലാൻസും കൂടി കൂടിയിട്ടാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിനകത്ത് ഓവറിയാണ് പ്രൈമറി സെക്സ് ഓർഗൻ, പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ഓവറിയാണ് കേട്ടോ. ഒരു പെയർ ഓവറി ഉണ്ട്. ഈ ഫീമെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഓവറിയുടെ ഉള്ളിലാണ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓവറിയുടെ ഉള്ളിൽ നിന്ന് കുറെ സ്റ്റിറോയിഡ് ഹോർമോൺസിന്റെ പ്രൊഡക്ഷനും ഉണ്ട്. ഈ സ്റ്റിറോയിഡ് ഹോർമോൺസിനെ ഒവേറിയൻ ഹോർമോൺസ് എന്നാണ് പറയുന്നത്. അതായത് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവറിയുടെ ഉള്ളിൽ നിന്നാണ്.
നമ്മളത് ആ ഹോർമോൺ പ്രൊഡക്ഷൻ ഫ്രം ദ ഓവറീസ് ആ ഒരു സെക്ഷനിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി ഓവറീസ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ലോവർ അബ്ഡോമനിന്റെ രണ്ട് സൈഡിലായിട്ടാണ് ഈ പറയുന്ന ഓവറി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ലോവർ അബ്ഡോമനിന്റെ രണ്ട് സൈഡിലായിട്ടാണ്, അതായത് ഇങ്ങനെ രണ്ട് ഭാഗത്തായിട്ടായിരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നത്, ഓവറി ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓരോ ഓവറിയുടെയും സൈസ് വന്നിട്ട് 2 to 4 സെന്റിമീറ്റർ ലെങ്ത് ആണ്. 2 to 4 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ട് ഓരോ ഓവറിക്കും. ഈ ഓവറി പെൽവിക് റീജിയനിലേക്കും യൂട്രസിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു പെൽവിക് വോൾ ആൻഡ് യൂട്രസ്. പെൽവിക് വോളിലേക്കും അതേപോലെ യൂട്രസിലേക്കും കണക്ട് ചെയ്തേക്കുന്ന ലിഗമെന്റ് വെച്ചിട്ടാണ് കേട്ടോ. ലിഗമെന്റ്സിന്റെ സഹായത്തോടു കൂടിയാണ് ഓവറി പെൽവിക് വോളിലേക്കും അതേപോലെ യൂട്രസിലേക്കും കണക്ട് ചെയ്തേക്കുന്നത്. ഓരോ ഓവറിനെയും കവർ ചെയ്തിട്ട് ഒരു തിൻ ലെയർ എപ്പിത്തീലിയം ഉണ്ട്. ആ തിൻ ലെയർ എപ്പിത്തീലിയം ആണ് ഓവേറിയൻ സ്ട്രോമേനെ എൻക്ലോസ് ചെയ്തേക്കുന്നത്. ഓവേറിയൻ സ്ട്രോമേനെ എൻക്ലോസ് ചെയ്തേക്കുന്ന തിൻ ലെയർ ഓഫ് എപ്പിത്തീലിയാണ്. ഈ ഒവേറിയൻ സ്ട്രോമയ്ക്ക് രണ്ട് റീജിയൻ ആണ് ഉള്ളത്. ഔട്ടർ റീജിയൻ, ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുല്ല റീജിയനുമാണ് ഇതിന് ഉള്ളത്. അപ്പോൾ ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല്ല റീജിയൻ ഈസ് പ്രസന്റ് ഇൻ ദ ഓവറി. ഓക്കെ, ഇനി നമുക്ക് അത്രയും ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. The female reproductive system. The female reproductive system consists of a pair of ovaries along with a pair of oviduct, uterus, cervix, vagina and the external genitalia located in the pelvic region. These parts of the system along with a pair of the mammary glands are integrated structurally and functionally to support the process of ovulation, support the process of ovulation, fertilization, pregnancy, birth and child care. Ovaries are the primary female sex organs that produce the female gamete ovum and several steroid hormones, that is ovarian hormones. The ovaries are located one on each side of the lower abdomen. Each ovary is about 2 to 4 centimeter in length and is connected to the pelvic wall and uterus by ligaments. Each ovary is covered by a thin epithelium which encloses the ovarian stroma. The stroma is divided into two zones, the peripheral cortex and inner medulla. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈമറി സെക്സ് ഓർഗൻ ഓവറി ആണെന്നും ഓവറിയുടെ ഉള്ളിലാണ് ഒവം പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും. മെയിലിന്റെ കേസിലാണെങ്കിൽ ടെസ്റ്റിസ് ആണ് പ്രൈമറി സെക്സ് ഓർഗൻ, സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസിന്റെ ഉള്ളിലാണ് കേട്ടോ. ഇവിടെ പ്രൈമറി സെക്സ് ഓർഗൻ ഓവറിയാണ്. ഇനി ഇതിന്റെ ആക്സസറി ഡക്റ്റ് നോക്കാം. ഈ ഒവിഡക്റ്റ് അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബ്, ഇതാണ് കേട്ടോ ഒവിഡക്റ്റ് എന്ന് പറയുന്നത്. ഈ രണ്ടെണ്ണാണ് ഒവിഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് യൂട്രസ് ആണ്. ഒവിഡക്റ്റ് ഓപ്പൺ ചെയ്യുന്ന യൂട്രസിലേക്കാണ്. ഒവിഡക്റ്റ് അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബ്, യൂട്രസ് ആൻഡ് വജൈന ഇത്രയും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ആക്സസറി ഡക്റ്റ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഈ ഒവിഡക്റ്റും യൂട്രസും അതുപോലെ തന്നെ സെർവിക്കൽ കനാലും വജൈനയും കൂടെ കൂടിയതാണ് ആക്സസറി ഡക്റ്റ് എന്ന് പറയാം കേട്ടോ. ഓരോ ഫാലോപ്പിയൻ ട്യൂബിന്റെയും വലിപ്പം എന്ന് പറയുന്നത് 10 to 12 സെന്റിമീറ്റർ ലോങ്. അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന and extend from the periphery of each ovary, ഓവറിയുടെ പെരിഫറൽ റീജിയനിൽ നിന്ന് ഇറ്റ് എക്സ്റ്റെൻഡ് ടു ദ യൂട്രസ് റീജിയൻ വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്നുണ്ട്. അതായത് ഓവറിയുടെ പെരിഫറൽ റീജിയൻ മുതൽ യൂട്രസ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്നതാണ് എന്ത് ഒവിഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓവറിക്ക് ക്ലോസ് ആയിട്ടുള്ള ഈ റീജിയൻ ഒരു ഫണല് പോലെയായിരിക്കും ഇരിക്കുന്നത്. ഈ ഫണല് പോലെ ഇരിക്കുന്ന ഈ സ്ട്രക്ചറിനെ നമ്മൾ ഇൻഫണ്ടിബുലം എന്നാണ് പറയാം. ഈ ഫണല് പോലെ ഇരിക്കുന്ന ഈ സ്ട്രക്ചറിനെ ഇൻഫണ്ടിബുലം എന്നാണ് പറയാം. ഈ ഇൻഫണ്ടിബുലത്തിന്റെ എഡ്ജസ്, അതിനകത്ത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്. അതായത് ഇതിന്റെ അറ്റത്ത് ഫിംഗർ പോലത്തെ പ്രൊജക്ഷൻ ഉണ്ട്. ഈ ഫിംഗർ പോലത്തെ പ്രൊജക്ഷനെ നമ്മൾ പറയുന്ന ഫിംബ്രിയെ എന്നാണ്. ഈ ഫിംബ്രിയെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഫിംബ്രിയെ ഒരുതരം സർക്കുലാർ മൂവ്മെന്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ആ തരത്തിലുള്ള മൂവ്മെന്റ് കാണിക്കുമ്പോൾ ഈ ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓവത്തിനെ കളക്ട് ചെയ്യാണ് ചെയ്യുക. ഓവുലേഷൻ കഴിഞ്ഞ് ഓവറിയിൽ നിന്ന് ഓവം റിലീസ് ചെയ്യുമ്പോൾ ആ ഓവുലേഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഓവം അതിനെ കളക്ട് ചെയ്യുന്നത് ഈ ഫിംബ്രിയയുടെ ഒരു സർക്കുലാർ മൂവ്മെന്റ് കൊണ്ട്, അതൊരു സക്ക് ചെയ്തെടുക്കുന്ന പോലെ, ആ ഓവത്തിനെ അങ്ങോട്ട് സക്ക് ചെയ്തെടുക്കുന്ന പോലെ ആയിരിക്കും. ഓവുലേഷൻ കഴിയുമ്പോൾ ഇൻഫണ്ടിബുലം റീജിയനിലേക്ക് ഫിംബ്രിയെ ഓവത്തിനെ സക്ക് ചെയ്തെടുക്കും.
ഈ ഇൻഫണ്ടിബുലം അത് ഓപ്പൺ ചെയ്യുന്നത് ഒരു വൈഡർ ആയിട്ടുള്ള റീജിയനിലേക്കാണ്. ആ വൈഡർ റീജിയന് നമ്മൾ പറയുന്നത് ആംപ്യൂള എന്നാണ്. അപ്പൊ ആംപ്യൂള എന്ന് പറയുന്നത് ഈ റീജിയൻ ആണ് കേട്ടോ. ഈ ആംപ്യൂള ഓപ്പൺ ചെയ്യുന്നത് ഒരു നാരോ ട്യൂബിലേക്കാണ്. അതിന് നമ്മൾ ഇസ്മസ് എന്ന് പറയും. ഈ ഇസ്മസ് യൂട്രസിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇസ്മസ് വന്ന് യൂട്രസിലേക്ക് ഓപ്പൺ ചെയ്യും. ഈ ആംപ്യൂളയുടെയും ഇസ്മസിന്റെയും ഇടയ്ക്കുള്ള ഈ ജംഗ്ഷന് നമ്മൾ ആംപ്യൂളറി ഇസ്മിക് ജംഗ്ഷൻ എന്നാണ് പറയാം. ഈ ജംഗ്ഷന് ആംപ്യൂളറി ഇസ്മിക് ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. ആംപ്യൂളറി ഇസ്മിക് ജംഗ്ഷനിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതായത് എഗ്ഗ് സ്പെർമുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത് ഈ റീജിയനിലാണ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ എഗ്ഗ് റിലീസ് ചെയ്യുന്നത് ഈ ഒവിഡക്റ്റിന്റെ ഇൻഫണ്ടിബുലം റീജിയനിലിരിക്കുന്ന ഫിംബ്രിയയുടെ സക്കിംഗ് മൂവ്മെന്റ് വഴി, അതായത് ഇങ്ങനെ ഒരു റൊട്ടേഷണൽ മൂവ്മെന്റ് വഴി അത് സക്ക് ചെയ്ത ആ ഓവത്തിനെ ഇതിന്റെ ഉള്ളിലേക്ക് എടുക്കുകയും ആ ഓവം ഇൻഫണ്ടിബുലം വഴി ആംപ്യൂളയിലെത്തുകയും ആംപ്യൂളറി ഇസ്മിക് ജംഗ്ഷനിൽ സ്പേം അവൈലബിൾ ആണെങ്കിൽ അവിടെ വെച്ച് ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായിട്ട് മാറുകയും ചെയ്യും. ഈ ആംപ്യൂള എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഇസ്മസ് റീജിയനിലേക്കാണ്. ഇസ്മസ് ആണ് ഫാലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഒവിഡക്റ്റിന്റെ ഏറ്റവും നാരോ ആയിട്ടുള്ള ഭാഗം. ഇത് ഓപ്പൺ ചെയ്യുന്ന യൂട്രസിന്റെ യൂട്ടറിൻ ഫണ്ടസ് എന്ന റീജിയനിലേക്കായിരിക്കും. ഇതാണ് യൂട്രസിന്റെ ക്യാവിറ്റി എന്ന് പറയുന്നത്. യൂട്രസ് ഒരു സിംഗിൾ സ്ട്രക്ചറാണ്. യൂട്രസ് ഒരു സിംഗിൾ സ്ട്രക്ചറാണ്. ഇതിന് വൂംബ് എന്നും പറയാറുണ്ട്. യൂട്രസിന് പറയുന്ന വേറൊരു പേരാണ് വൂംബ്. ഓക്കെ, യൂട്രസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് വൂംബ്. കേട്ടോ, ഈ യൂട്രസിന്റെ ഷേപ്പ് എന്ന് പറയുന്ന ഒരു ഇൻവെർട്ടഡ് പിയർ ഷേപ്പാണ്. ഒരു ഇൻവെർട്ടഡ് പിയർ ഷേപ്പാണ് യൂട്രസിനുള്ളത്. ഇതിനെ സപ്പോർട്ട് ചെയ്തേക്കുന്ന ലിഗമെന്റ്സ് ആണ് കേട്ടോ. രണ്ട് പെൽവിക് വോളിലേക്കും ഈ യൂട്രസിനെ പിടിച്ചു നിർത്തിയേക്കുന്ന ലിഗമെന്റ്സ് ആണ്. ലിഗമെന്റ്സ് ആണ് രണ്ട് പെൽവിക് വോളിലേക്കും യൂട്രസിനെ പിടിച്ചു നിർത്തിയേക്കുന്നത്. യൂട്രസ് ഒരു സെർവിക്കൽ കനാൽ വഴി വജൈനയിലേക്ക് ഓപ്പൺ ചെയ്യും. യൂട്രസ് ഓപ്പൺ ചെയ്യുന്നത് സെർവിക്കൽ കനാലിലേക്കാണ്. ഈ സെർവിക്സ് റീജിയൻ ആണ് ദൈ കാണുന്നത് കേട്ടോ. ഈ സെർവിക്സ് റീജിയന്റെ ഇടയിൽ, രണ്ട് സെർവിക്സ് റീജിയന്റെ ഇടയിൽ കാണുന്ന കനാലിനെയാണ് സെർവിക്കൽ കനാൽ എന്ന് പറയുന്നത്. യൂട്രസ് ഓപ്പൺ ചെയ്യുന്ന സെർവിക്കൽ കനാലിലേക്കും സെർവിക്കൽ കനാൽ ഓപ്പൺ ചെയ്യുന്നത് വജൈനയിലേക്കും ആണ്. അതുകൊണ്ട് തന്നെ ഈ സെർവിക്കൽ കനാലിനെയും അതുപോലെ തന്നെ വജൈനയും കൂടി കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ബർത്ത് കനാൽ എന്നാണ് പറയുന്നത്. സെർവിക്സിന്റെ ക്യാവിറ്റി ആയിട്ടുള്ള സെർവിക്കൽ കനാലും വജൈനയും കൂടി കൂടിയിട്ട് നമ്മൾ പറയുന്ന പേരാണ് ബർത്ത് കനാൽ കേട്ടോ. ഇനി ഈ യൂട്രസിന്റെ വോള് 3 ലെയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിന്റെ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലെയർ ഒരു തിൻ ലെയർ ആണ്, തിൻ മെംബ്രേനിയസ് ലെയർ ആണ്. അത് നമ്മൾ പെരിമെട്രിയം എന്ന് പറയും. ഈ പെരിമെട്രിയം ജസ്റ്റ് ഫോർ പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. ഇത് ഇതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതിന്റെ ഇന്നർ ലെയർ എന്ന് പറയുന്ന മസ്കുലാർ ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതായത് സ്മൂത്ത് മസിൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിന് നമ്മൾ മയോമെട്രിയം എന്നാണ് പറയുന്നത്. ഈ മയോമെട്രിയം വന്നിട്ട് ഈ ചൈൽഡ് ബർത്തിന്റെ സമയത്തൊക്കെ യൂട്രസിന്റെ കൺട്രാക്ഷൻ കൊടുക്കുന്നത്, അതേപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ യൂട്രസ് റിലാക്സ് ചെയ്ത് വലുതാവാനുള്ള കാരണം ഈ മയോമെട്രിയത്തിന്റെ റിലാക്സേഷനും അത് ചൈൽഡ് ബർത്തിന്റെ സമയത്ത് ഈ മയോമെട്രിയത്തിന്റെ കൺട്രാക്ഷനും ഒക്കെയാണ് നടക്കുന്നത്. അത് ആ മയോമെട്രിയാണ് അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. മയോമെട്രിയത്തിന്റെ ഉള്ളിലായിട്ട് ഗ്ലാൻഡുലാർ ലെയർ ഉണ്ട്. കണ്ടത് ഈ ഗ്ലാൻഡുലാർ ലെയർ. ഈ ഗ്ലാൻഡുലാർ ലെയർ എൻഡോമെട്രിയം ആണ്. ഗ്ലാൻഡുലാർ ലെയർ അല്ലെങ്കിൽ എൻഡോമെട്രിയം ഉണ്ടാക്കിയിട്ടുള്ളത് ബ്ലഡ് വെസൽസും അതുപോലെ തന്നെ മ്യൂക്കസ് സെൽസും കൊണ്ടാണ്. ബ്ലഡ് വെസൽസും മ്യൂക്കസ് സെൽസും കൊണ്ടാണ്. ഇതൊരു യൂണിഫോം ആയിട്ടല്ല കാണുന്നത്. ഇങ്ങനെയൊക്കെ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ ആയിരിക്കും കാണുക. കണ്ടോ, ഇങ്ങനെയൊരു സ്ട്രക്ചർ ആയിരിക്കും എന്തിനുള്ളത്, എൻഡോമെട്രിയത്തിന് ഉള്ളത് കേട്ടോ. ഇനി ഈ എൻഡോമെട്രിയാണ് സൈക്ലിക്കൽ ചേഞ്ചസ് കാണിക്കുന്ന, മെനിസ്ട്രൽ സൈക്കിളിന്റെ സമയത്ത് സൈക്ലിക്കൽ ചേഞ്ചസ് കാണിക്കുന്നത്. ഈ എൻഡോമെട്രിയം പൊട്ടിയിട്ടാണ് ബ്ലീഡിങ് ഉണ്ടാവുക. മെനിസ്ട്രൽ ബ്ലീഡിങ് ഉണ്ടാവാൻ കാരണം ഈ എൻഡോമെട്രിയം പൊട്ടുന്നതാണ്. എൻഡോമെട്രിയം ഡെവലപ്പ് ചെയ്യുക, പൊട്ടിപ്പോവുക, അത് ഡെവലപ്പ് ചെയ്യുക, പൊട്ടിപ്പോവുക, അതാണ് ആ മെനിസ്ട്രൽ സൈക്കിളിൽ കാണുന്നത്. അതേപോലെ മയോമെട്രിയം എന്ന് പറയുന്നത് സ്ട്രോങ് കൺട്രാക്ഷൻ ഡ്യൂറിങ് ദ ഡെലിവറി ഓഫ് ദ ബേബി. ബേബിയുടെ ഡെലിവറി സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൺട്രാക്ഷൻ കൊടുക്കുന്നത് മയോമെട്രിയാണ്. അതേപോലെ തന്നെ ഒരു കുഞ്ഞ് ഫീറ്റസ് വളർന്നു വലുതായി വരുമ്പോൾ ഈ യൂട്രസ് റിലാക്സ് ചെയ്ത് അതിനകത്ത് ഉൾക്കൊള്ളിക്കത്തക്ക രീതിയിൽ ഇരിക്കുന്നതും എന്തുകൊണ്ടാണ്, മയോമെട്രിയത്തിന്റെ റിലാക്സേഷൻ കൊണ്ടാണ്. അത്രയും ഒരു സ്ട്രക്ചർ അതിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ദ ഒവിഡക്റ്റ് ഓർ ഫാലോപ്പിയൻ ട്യൂബ്
Uterus and vagina constitute the female accessory ducts. Each fallopian tube is about 10 to 12 centimeter long and extend from the periphery of each ovary to the uterus. The part closer to the ovary is the funnel-shaped infundibulum. Edge of the infundibulum possesses finger-like projections called fimbriae, which help in collection of the ovum after ovulation. The infundibulum leads to a wider part of the oviduct called ampulla. The last part of the oviduct, isthmus, has a narrow lumen and it joins to the uterus. Uterus is single and it is also called womb. The shape of the uterus is like an inverted pear. It is supported by ligaments attached to the pelvic wall. The uterus opens into vagina through a narrow cervix. The cavity of the cervix is called as cervical canal, which along with vagina forms the birth canal. The wall of the uterus has 3 layers of tissue: the external thin membranous perimetrium, middle thick layer of smooth muscle myometrium, and inner glandular layer called endometrium that lines the uterine cavity. The endometrium undergoes cyclical changes during menstrual cycle, while the myometrium exhibits strong contraction during the delivery of the baby. ഇനി നമുക്ക് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയ നോക്കാം. എക്സ്റ്റേണൽ ജെനിറ്റേലിയ ഇറ്റ് ഇൻക്ലൂഡ് മോൺസ് പ്യൂബിസ്. മോൺസ് പ്യൂബിസ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആണ് കേട്ടോ. മോൺസ് പ്യൂബിസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടായി ലേബിയ മെജോറ എന്ന ഭാഗം വരുന്നത്. നമ്മൾ പറഞ്ഞില്ലേ പ്യൂബിക് സിംഫൈസിസ് എന്ന് പറയുന്ന ആ റീജിയൻ, അവിടെ ഒരു ഫാറ്റി കുഷ്യൻ പോലത്തെ ഒരു സ്ട്രക്ചറും അതിന്റെ മേലെയായിട്ട് കുറെ ഹെയറും ആയിട്ടായിരിക്കും മോൺസ് പ്യൂബിസ് എന്ന റീജിയൻ കാണുക. അത് എക്സ്റ്റെൻഡ് ചെയ്ത് താഴത്തേക്ക് വജൈനേനെയും കൂടി കവർ ചെയ്ത് നിൽക്കുന്ന ആ ഹെയർ ഉള്ള പോർഷൻ, ആ സ്കിൻ ഫോൾഡിനാണ് എന്ത് പറയാ, ലേബിയ മെജോറ എന്ന് പറയാം. പിന്നെ ലേബിയ മൈനോറ. ലേബിയ മൈനോറ എന്ന് പറഞ്ഞാൽ ഈ ക്ലിറ്റോറിസ് എന്ന് പറയുന്ന ഫിംഗർ പോലത്തെ സ്ട്രക്ചറിന്റെ താഴേക്ക് 2 സ്കിൻ ഫോൾഡ് ഉണ്ടാവും. അതായത് വജൈനേനെയും യൂറിത്രേനെയും കവർ ചെയ്ത് ഇതിന്റെ ഉള്ളിലാണ് വജൈനയും യൂറിത്രയും കാണാം. ആ 2 മെംബ്രെയിനെയാണ് നമ്മൾ എന്ത് പറയാ, ലേബിയ മൈനോറ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ വജൈനേനെ പാർഷ്യലി കവർ ചെയ്തിട്ട് ഒരു ഹൈമൻ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാവും. ഹൈമൻ എന്ന് പറയുന്ന സ്ട്രക്ചർ ഈ വജൈനേനെ പാർഷ്യലി കവർ ചെയ്തിട്ട് കാണാം. അതേപോലെ നമുക്ക് ഇവിടെ ഒരു യൂറിത്രയും കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയ എന്ന് പറയുന്ന മോൺസ് പ്യൂബിസും ലേബിയ മെജോറ, ലേബിയ മൈനോറ, ഹൈമൻ ആൻഡ് ക്ലിറ്റോറിസ് ഇത്രയും ഭാഗങ്ങൾ കൂടിയിട്ടാണ്. മോൺസ് പ്യൂബിസ് എന്ന് പറയുന്ന ഒരു കുഷ്യൻ ഓഫ് ഫാറ്റി ടിഷ്യൂ ആണ്. അതിന് കവർ ചെയ്ത് സ്കിന്നും അതുപോലെ തന്നെ പ്യൂബിക് ഹെയറും ഉണ്ടാവും. ലേബിയ മെജോറ എന്ന് പറയുന്ന ഫ്ലഷി ഫോൾഡ് ഓഫ് ടിഷ്യൂ, അത് മോൺസ് പ്യൂബിസ് മുതൽ വജൈനൽ ഓപ്പണിങ്ങിന് വരെ സറൗണ്ട് ചെയ്ത് കാണുന്ന ഹെയർ ഉള്ള റീജിയനെയാണ് ലേബിയ മെജോറ എന്ന് പറയുന്നത്. അതായത് ലേബിയ മെജോറ ആർ ഫ്ലഷി ഫോൾഡ് ഓഫ് ടിഷ്യൂ വിച്ച് എക്സ്റ്റെൻഡ് ഡൗൺ ഫ്രം ദ മോൺസ് പ്യൂബിസ് ആൻഡ് സറൗണ്ട് ദ വജൈനൽ ഓപ്പണിംഗ്. ലേബിയ മൈനോറ എന്ന് പറയുന്ന പെയർ ഓഫ് ഫോൾഡ് ടിഷ്യൂ തന്നെയാണ്, പക്ഷെ ലേബിയ മെജോറയുടെ ഉള്ളില് അല്ലെങ്കിൽ അതിന്റെ താഴെയായിട്ട് കാണുന്നതാണ് കേട്ടോ. paired folds of tissue under the labia majora, അതാണ് ലേബിയ മൈനോറ എന്ന് പറയുന്നത് കേട്ടോ. ലേബിയ മൈനോറ ഓപ്പണിംഗ് ഓഫ് വജൈന ഈസ് ഓഫൺ കവേർഡ് ബൈ പാർഷ്യലി എ മെംബ്രെയിൻ കോൾഡ് ആസ് ഹൈമൻ. വജൈനെ പാർഷ്യലി കവർ ചെയ്ത് നിൽക്കുന്ന ആ മെംബ്രെയിനെയാണ് ഹൈമൻ എന്ന് പറയുന്നത്. ക്ലിറ്റോറിസ് എന്ന് പറയുന്ന ഒരു ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചറാണ്. അത് ഈ ലേബിയ മൈനോറയുടെ അപ്പർ ജംഗ്ഷനിൽ കാണുന്നതാണ്. യൂറിത്രൽ ഓപ്പണിങ്ങിന് തൊട്ട് മുകളിലായിട്ട് ഇവിടെ ലേബിയ മൈനോറയുടെ അപ്പർ ജംഗ്ഷനിലായിട്ടാണ് എന്ത് കാണുക, ഈ പറയുന്ന ക്ലിറ്റോറിസ് എന്ന് പറയുന്നത്. ക്ലിറ്റോറിസിന്റെ തൊട്ട് താഴെ ക്ലിറ്റോറിസിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ പറയുന്ന ലേബിയ മൈനോറ ഇരിക്കുന്നത്. ലേബിയ മൈനോറയുടെ അപ്പർ റീജിയനിൽ കാണുന്ന ഓപ്പണിംഗ് യൂറിത്രയുടെയും അതിന്റെ ലോവർ റീജിയനിൽ കാണുന്ന ഓപ്പണിംഗ് വജൈനയുടെ ഓപ്പണിംഗും ആയിരിക്കും. വജൈനയെ പാർഷ്യലി കവർ ചെയ്തിട്ട് ഹൈമനും ഉണ്ടാവും കേട്ടോ.
ഇനി ഹൈമൻ സാധാരണ ഫസ്റ്റ് കോയിറ്റസിന്റെ സമയത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്താണ് പൊട്ടിപ്പോവാറുള്ളത്. പിന്നെ ഈ ക്ലിറ്റോറിസിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ക്ലിറ്റോറിസ് ദാറ്റ് ഈസ് സിമിലർ ടു പെനീസ് ആണ് കേട്ടോ. അതായത് പെനീസ് ഇറക്റ്റ് ആവില്ലേ, അതേപോലെ തന്നെയാണ് സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് ഈ ക്ലിറ്റോറിസ് ഇറ്റ് വിൽ ഷോ സം ചേഞ്ചസ് ഇൻ ഇറ്റ് സ്ട്രക്ചർ. അതായത് ഒരു ചെറിയ ഇറക്ഷൻ പോലത്തെ ഒരു ഇതൊക്കെ കാണിക്കാറുണ്ട് ക്ലിറ്റോറിസ് എന്ന് പറഞ്ഞാൽ. അത് പെനിസിനെ പോലെ ആക്ട് ചെയ്യുന്നത് ക്ലിറ്റോറിസ് ആണ് ഫീമെയിലിന്റെ കേസിൽ കേട്ടോ. ഇനി പിന്നെ ഇറക്ഷൻ ഒരുപാട് ഇറക്ഷന്റെ ആവശ്യമില്ല ഫീമെയിലിന്റെ കേസിൽ, കാരണം ഇൻസെമിനേഷൻ നടത്തുന്നത് മെയിൽ ആയതുകൊണ്ട് കേട്ടോ. അതൊരു എന്താ പറയുക, ഒരു സെൻസിറ്റീവ് ഏരിയ ആണ് ഈ പറയുന്ന ക്ലിറ്റോറിസ് എന്ന് പറയുന്നത്. ക്ലിറ്റോറിസിന്റെ താഴെയായിട്ടാണ് ലേബിയ മൈനോറ വരുന്നത്. ലേബിയ മൈനോറയുടെ ഉൾഭാഗത്തായിട്ട് കാണുന്ന യൂറിത്രയും വജൈനൽ ഓപ്പണിങ്ങും ആണ് കേട്ടോ. ഇനി ഈ ഹൈമൻ എന്ന് പറയുന്നത് സാധാരണ ഫസ്റ്റ് കോയിറ്റസ്, അതായത് ഫസ്റ്റ് ഇന്റർകോഴ്സ് സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് പൊട്ടിപ്പോവാറുണ്ട് എന്ന് കരുതി അത് ഹൈമൻ ഇല്ല എന്ന് പറഞ്ഞ് സെക്ഷൽ ഇന്റർകോഴ്സ് എക്സ്പീരിയൻസ് ഇതിനു മുമ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈമൻ വേറെ പല കാരണങ്ങൾ കൊണ്ടും പൊട്ടിപ്പോവാം. അതായത് സഡൻ ഫോൾ, പെട്ടെന്ന് നമ്മൾ വീഴുവോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പൊട്ടിപ്പോവാം. അതേപോലെ തന്നെ വജൈനൽ ടാമ്പൻ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈമൻ പൊട്ടിപ്പോവാം. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ സം സ്പോർട്സ് ലൈക്ക് ഹോഴ്സ് റൈഡിങ്ങിന്റെ സമയത്ത് അത് പൊട്ടിപ്പോവാം. സൈക്ലിങ്ങിന്റെ സമയത്ത് അത് പൊട്ടിപ്പോവാം. പിന്നെ ഓരോരുത്തരിലും ഹൈമൻ എന്ന് പറയുന്ന ആ ഒരു മെംബ്രെയിന്റെ തിക്നെസ് ഏറിയും കുറഞ്ഞും ഇരിക്കും. അതനുസരിച്ചായിരിക്കും അത് പൊട്ടിപ്പോകുന്നത് കേട്ടോ. ചില ആളുകളിൽ, ചില ഫീമെയിലില് ഈ ഹൈമൻ ഈവൻ ആഫ്റ്റർ ദ കോയിറ്റസ് അവിടെ റിമെയിൻ ചെയ്യുന്ന കാണാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഹൈമൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വെർജിനിറ്റിയുടെ അല്ലെങ്കിൽ സെക്ഷൽ എക്സ്പീരിയൻസിന് പറയാനൊന്നും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ അതൊരു മിഥ്യാ ധാരണയാണ്. ഈ പറയുന്ന ഹൈമൻ ഉണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ, ഹൈമൻ ടയർ ആയില്ല, ഫസ്റ്റ് സെക്ഷൽ ഇന്റർകോഴ്സിൽ ടയർ ആയില്ല എന്നുണ്ടെങ്കിൽ അവർ വെർജിൻ അല്ല എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. അത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ദ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയ ഇൻക്ലൂഡ്സ് മോൺസ് പ്യൂബിസ്, ലേബിയ മെജോറ, ലേബിയ മൈനോറ, ഹൈമൻ ആൻഡ് ക്ലിറ്റോറിസ്. Mons pubis is a cushion of fatty tissue covered by skin and pubic hair. The labia majora are fleshy fold of tissue which extend down from the mons pubis and surround the vaginal opening. Labia minora are paired fold of tissue under the labia majora. The opening of the vagina is often covered partially by a membrane called hymen. The clitoris is a tiny finger-like structure which lies at the upper junction of the two labia minora above the urethral opening. The hymen is often torn during the first coitus, that is in intercourse. However, it can also be broken by a sudden fall or jolt, insertion of vaginal tampon, active participation in some sports like horseback riding, cycling, etc. In some women, the hymen persists even after coitus. In fact, the presence or absence of hymen is not a reliable indicator of virginity or sexual experience. ഇനി ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന, ആഫ്റ്റർ ദ ബർത്ത് കുഞ്ഞിന് നറിഷ്മെന്റ് കൊടുക്കുന്ന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന് അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് മാമറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഒരു ഫങ്ഷണൽ മാമറി ഗ്ലാൻഡ് അത് ഫീമെയിൽ മാമൽസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. അതുകൊണ്ടാണ് അതിനെ മാമൽസ് എന്ന് പറയുന്നത് തന്നെ. ഈ മാമറി ഗ്ലാൻഡ്സ് പെയർഡ് സ്ട്രക്ചറാണ്, രണ്ട് ബ്രസ്റ്റ് ആണുള്ളത്. അത് ഗ്ലാൻഡുലാർ ടിഷ്യൂ കൊണ്ടും അതുപോലെ വേരിയബിൾ എമൗണ്ട് ഓഫ് ഫാറ്റ് കൊണ്ടുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടോ, ഫാറ്റും അതുപോലെ തന്നെ ഗ്ലാൻഡുലാർ ടിഷ്യൂവും കൊണ്ടാണ് ഈ പറയുന്ന ബ്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്ലാൻഡുലാർ ടിഷ്യൂ അത് ഡിവൈഡ് ചെയ്തിട്ട് 15 to 20 മാമറി ലോബ്സ് ആയിട്ടാണ് കാണുന്നത്. കണ്ടോ, മാമറി ലോബ് ആയിട്ടാണ് ഓരോ ഈ ഗ്ലാൻഡുലാർ ടിഷ്യൂവും 15 to 20 മാമറി ലോബ് ആയിട്ടാണ് ഓരോ ബ്രസ്റ്റിലും കാണുന്നത്. ഓരോ മാമറി ലോബിലും ക്ലസ്റ്റർ ഓഫ് സെൽസ് ഉണ്ട്, ഒരു കൂട്ടം സെൽസ് ഉണ്ട്. ആ സെൽസിനെ നമ്മൾ ആൽവിയോളൈ എന്നാ പറയാം. ഓരോ ലോബിലും എ ക്ലസ്റ്റർ ഓഫ് സെൽ ഈസ് പ്രസന്റ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ആൽവിയോളസ് കേട്ടോ, അല്ലെങ്കിൽ ആൽവിയോളൈ. ആ ആൽവിയോളയുടെ സെല്ല് മിൽക്ക് സെക്രീറ്റ് ചെയ്യും. ആൽവിയോളൈയുടെ ഒരു കൂട്ടം ആണ്, ക്ലസ്റ്റർ ഓഫ് സെൽസ് കൂടിയിട്ടാണ് എന്ത് പറയാ ആൽവിയോളൈ ഉള്ളത്. ഈ ആൽവിയോളൈ കൂടിയിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, മാമറി ലോബ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഗ്ലാൻഡുലാർ ടിഷ്യൂ, ബ്രസ്റ്റിന്റെ ഗ്ലാൻഡുലാർ ടിഷ്യൂ ഡിവൈഡ് ചെയ്തിട്ട് 15 മുതൽ 20 മാമറി ലോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ മാമറി ലോബ്സ് അതിനകത്ത് കുറെ ക്ലസ്റ്റർ ഓഫ് സെൽസ് ആണുള്ളത്. അതിന് നമ്മൾ
ആൽവിയോളൈ എന്ന് പറയാം. ഇങ്ങനെ കാണുന്ന ക്ലസ്റ്റർ ഓഫ് സെൽസിനാണ് ആൽവിയോളൈ എന്ന് പറയുന്നത്. അതിന്റെ ആ ക്ലസ്റ്റർ ഓഫ് സെൽസിലെ ഓരോ സെല്ലിനും നമ്മൾ എന്താ പറയാ, ദ സെൽ ഓഫ് ആൽവിയോളൈ എന്നാ പറയാം. ആ സെൽ ഓഫ് ആൽവിയോളൈ ആണ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നത്. മിൽക്ക് സെക്രീറ്റ് ചെയ്ത ഓരോ ആൽവിയോളാർ സെല്ലിന്റെയും ക്യാവിറ്റിയുടെ ഉള്ളിൽ മിൽക്ക് സ്റ്റോർ ചെയ്യും. അല്ലെങ്കിൽ ആ മിൽക്ക് സ്റ്റോർ ചെയ്യുന്ന ക്യാവിറ്റി അല്ലെങ്കിൽ ലൂമൻ ഓഫ് ആൽവിയോളൈ, ആൽവിയോളൈയുടെ ലൂമന്റെ ഉള്ളിൽ, ഈ ആൽവിയോളാർ സെൽസ് എല്ലാം സെക്രീറ്റ് ചെയ്യുന്ന മിൽക്ക് ആൽവിയോളൈയുടെ ലൂമന്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ ആൽവിയോളൈ വന്നിട്ട് മാമറി ട്യൂബ്യൂളിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ആൽവിയോളൈ വന്നിട്ട് മാമറി ട്യൂബ്യൂളിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിട്ടില്ല മാമറി ട്യൂബ്യൂൾ, മാമറി ഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ മാമറി ട്യൂബ്യൂൾസ്, ഈ ഓരോ ട്യൂബ്യൂൾ ഓഫ് ഈച്ച് ലോബ്, ഓരോ ലോബിന്റെ മാമറി ട്യൂബ്യൂൾ മാമറി ഡക്റ്റിലേക്ക് ഓപ്പൺ ചെയ്യും. കണ്ടോ, മാമറി ഡക്റ്റിലേക്ക് ആണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ മാമറി ഡക്റ്റ് എല്ലാം കൂടെയും ജോയിൻ ചെയ്തിട്ട് ഒരു വൈഡർ മാമറി ആംപ്യൂള ഉണ്ടാക്കുന്നുണ്ട്. ഒരു വൈഡർ മാമറി ആംപ്യൂള ഉണ്ടാക്കും. അത് കണക്ട് ചെയ്തേക്കുന്ന ലാക്റ്റിഫറസ് ഡക്റ്റിലേക്കാണ്. കണ്ടോ, ലാക്റ്റിഫറസ് ഡക്റ്റിലേക്കാണ് ഈ മാമറി ആംപ്യൂള കണക്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് മിൽക്ക് വിൽ ബി സക്ഡ് ഔട്ട് ത്രൂ ദ ലാക്റ്റിഫറസ് ഡക്റ്റ്. ലാക്റ്റിഫറസ് ഡക്റ്റ് വഴിയാണ് മിൽക്ക് സക്ക് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ മിൽക്ക് പുറത്തേക്ക് വരുന്ന നിപ്പിൾ എന്ന ഭാഗത്തുകൂടെ അവിടെയുള്ള ചെറിയ ചെറിയ ഓപ്പണിംഗ് ആണ് ഈ ലാക്റ്റിഫറസ് ഡക്റ്റിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഈ നിപ്പിൾ കാണുന്ന ആ കറുത്ത ഏരിയ, ഒരു ബ്ലാക്കിഷ് ഷെയ്ഡ് ഉള്ള ഏരിയയ്ക്ക് പറയുന്ന പേരാണ് ഏരിയോള എന്ന്. ബ്രസ്റ്റ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ആ ചെസ്റ്റിന്റെ റീജിയനിൽ നമുക്ക് റിബ്സും അതുപോലെ തന്നെ മസിൽ ബിറ്റ്വീൻ റിബ്സിന്റെ ഇടയിൽ കൂടെയുള്ള മസിൽസ് നമുക്ക് ഇവിടെ കാണാം. ആ ബ്രസ്റ്റ് അറ്റാച്ച് ചെയ്തേക്കുന്ന സ്പെഷ്യൽ മസിലാണ് പെക്ടോറാലിസ് മേജർ മസിൽ എന്ന് പറയുന്നത്. അതായത് ചെസ്റ്റ് റീജിയനിൽ മസിലിന്റെ ബ്രസ്റ്റിന്റെ തൊട്ട് പുറകെ ആയിട്ട് കാണുന്ന മസിലാണ് പെക്ടോറാലിസ് മേജർ മസിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നോക്കിയാൽ മാമറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് മാമൽസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. മാമറി ഗ്ലാൻഡ്സ് പെയർ ആയിട്ടാണ് കാണുന്നത്. അതിന് ബ്രസ്റ്റ് എന്നാണ് പറയുന്നത്. അത് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്ന ഗ്ലാൻഡുലാർ ടിഷ്യൂവും അതുപോലെ തന്നെ വേരിയബിൾ എമൗണ്ട് ഓഫ് ഫാറ്റുമായിട്ടാണ്. അതിന്റെ ഗ്ലാൻഡുലാർ ടിഷ്യൂ 15 മുതൽ 20 വരെ മാമറി ലോബായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ മാമറി ലോബിലും ക്ലസ്റ്റർ ഓഫ് സെൽസ്, ആൽവിയോളാർ സെൽസ് കൂടിയിട്ട് ആൽവിയോളൈ ആണ് കാണുന്നത്. ഓരോ സെല്ലും മിൽക്ക് സെക്രീറ്റ് ചെയ്യും. ഈ മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്ന മിൽക്ക് ആൽവിയോളൈയുടെ ലൂമന്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ആൽവിയോളൈ ഓപ്പൺ ചെയ്യുന്ന മാമറി ട്യൂബ്യൂളിലേക്കാണ് ഓരോ മാമറി ട്യൂബ്യൂളും, അതായത് ഓരോ ലോബിൽ നിന്നുള്ള മാമറി ട്യൂബ്യൂളും മാമറി ഡക്റ്റിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. കുറേ മാമറി ഡക്റ്റ് ജോയിൻ ചെയ്ത് മാമറി ആംപ്യൂളയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ മാമറി ആംപ്യൂള കണക്ട് ചെയ്തേക്കുന്ന ലാക്റ്റിഫറസ് ഡക്റ്റിലേക്കാണ്. ലാക്റ്റിഫറസ് ഡക്റ്റിൽ നിന്നാണ് മിൽക്ക് സക്ക് ഔട്ട് ചെയ്യുന്നത്. അവിടെ നിപ്പിൾ എന്ന് പറയുന്ന റീജിയനിലേക്കാണ് ലാക്റ്റിഫറസ് ഡക്റ്റ് ഓപ്പൺ ചെയ്തേക്കുന്ന. നിപ്പിൾ ഇരിക്കുന്ന ആ ഒരു റീജിയനെയാണ് ഏരിയോളാർ റീജിയൻ എന്ന് പറയുന്നത്. അതായത് ബ്ലാക്കിഷ് ഷെയ്ഡുള്ള ആ റീജിയനാണ് ഏരിയോളാർ റീജിയൻ എന്ന് പറയുന്നത്. ബ്രസ്റ്റ് കാണുന്നത് ചെസ്റ്റ് റീജിയനിലാണ്. അത് റിബ്സിനോടും റിബ്സിന് അറ്റാച്ച് ആയിട്ടുള്ള മസിൽസിനോടും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഈ ബ്രസ്റ്റ് കാണുന്ന. ബ്രസ്റ്റിന്റെ തൊട്ട് പുറകിൽ കാണുന്ന മസിലാണ് പെക്ടോറാലിസ് മേജർ മസിൽ എന്ന് പറയുന്നത്. അതിന്റെയും പുറകിൽ പെക്ടോറാലിസ് മൈനർ മസിൽ എന്ന് പറയുന്ന ട്രയാങ്കുലർ ഷേപ്പുള്ള മസിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത സെഷനിൽ ഗ്യാമീറ്റോജെനസിസ് പഠിക്കണം. ഓക്കെ.